ചാമ്പലായത് 35,000 ഏക്കറിലധികം പ്രദേശം, ഏകദേശം 10,000 കെട്ടിടങ്ങൾ, അതിൽ നിരവധി ഹോളിവുഡ് താരങ്ങളുടെ വാസസ്ഥലവും. ലോസ് ഏഞ്ചൽസിനെ ആകെ വിഴുങ്ങിയ കാട്ടുതീയിൽ ഉള്ളുരുകിയിരിക്കുകയാണ് അമേരിക്ക. ചൊവ്വാഴ്ച തുടങ്ങിയ കാട്ടുതീ തെക്കൻ കാലിഫോർണിയയെ ആകെ കറുത്ത പുകയിലാഴ്ത്തി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസമായിട്ടും കാട്ടുതീ ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്നത് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നു. ചൊവ്വാഴ്ച ഹോളിവുഡിലെ ഒരു വീടിന് പിന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട തീ നിമിഷനേരങ്ങൾക്കുള്ളിൽ പടരുകയായിരുന്നു. അപകടത്തിൽ ഇതുവരെ 11 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മരിച്ചവരെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മരണസംഖ്യ തീ അടങ്ങുന്നതോടെ ഉയരുമെന്നാണ് നിഗമനം. നിരവധി പേർ കത്തിത്തകർന്ന കെട്ടിടങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് മരിച്ചിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. തീപിടുത്തത്തിൽ അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പൊള്ളലേറ്റു. കാലിഫോർണിയയുടെ ഏറ്റവും സമ്പന്നമായ പ്രദേശത്തു കൂടിയാണ് നിലവിൽ കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത്. 288 കോടി രൂപ വിലയിട്ട ഒരു ബംഗ്ലാവ് കത്തി നശിക്കുന്ന ദൃശ്യം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇത് കൂടാതെ നിരവധി ആഡംബര വീടുകളും കൂറ്റൻ കെട്ടിടങ്ങളുമടക്കം കത്തി നശിച്ചിട്ടുണ്ട്. 108 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് കാട്ടുതീ വ്യാപിച്ചിരിക്കുന്നത്. 1,80,000 പേര് ഇതിനോടകം പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഹോളിവുഡ് താരങ്ങളായ ജെയിംസ് വുഡ്സ്, ജാമി ലീ കർട്ടിസ്, ബില്ലി ക്രിസ്റ്റൽ, മാൻഡി മൂർ എന്നിവരുൾപ്പെടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശസ്തർ താമസിക്കുന്ന പ്രദേശത്തും തീ പടർന്നിട്ടുണ്ട്. ഇവരുടെ വീടുകളും കത്തി നശിച്ചു. വില കൂടിയ കാറുകളും മറ്റു വസ്തുക്കളും കത്തി നശിച്ചവയിൽ പെടും. ഇവിടെ കത്തി നശിച്ചവയിൽ 5,000 വീടുകൾ ഉൾപ്പെടുമെന്നാണ് നിഗമനം. US വലിയൊരു ശതമാനം വീടുകളും തടി കൊണ്ടുള്ളവയായതിനാൽ തീ അതിവേഗത്തിൽ പടരാൻ കാരണമായി. പല വീടുകളുടെയും കൽച്ചിമ്മികൾ മാത്രമാണ് ശേഷിക്കുന്നത്. ചെകുത്താൻ കാറ്റെന്ന് വിളിക്കുന്ന സാന്റ അന കാറ്റാണ് ചെറിയ രീതിയിൽ രൂപപ്പെട്ട കാട്ടുതീയുടെ വ്യാപനത്തിന് കാരണം. 112 കിലോമീറ്റർ വേഗതയുള്ള കാറ്റ് തീ അതിവേഗത്തിൽ പടരാൻ കാരണമായി. ഇതുകൂടാതെ പ്രദേശത്തെ വരണ്ട കാലാവസ്ഥ വൻതോതിൽ ചെടികൾക്ക് തീ പിടിക്കുന്നതിന് കാരണമായി. കഴിഞ്ഞ മെയ്യിലാണ് ഇവിടെ മഴ അവസാനമായി പെയ്തത് എന്നോർക്കണം. രാത്രിയാണ് കാറ്റ് ശക്തി പ്രാപിക്കുന്നത് എന്നതിനാൽ പകൽ സമയത്ത് കഴിവതും തീ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഒരു വശത്ത് തീ നിയന്ത്രണ വിധേയമാകുമ്പോൾ മറ്റൊരു വശത്ത് തീ ആളിപ്പടരുന്ന അവസ്ഥയാണ്. ഇതുകൂടാതെ തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് കരുതിയ ഇടങ്ങളിൽ വീണ്ടും തീ പടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീ അണഞ്ഞ ഇടങ്ങളിലെ ബഹുനില കെട്ടിടങ്ങളിലെ മുകളിലും തീ പടർന്ന് ഇവ നിലം പതിക്കുമ്പോൾ വീണ്ടും തീ ആളുന്നതും കാണാം. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം മുൻപ് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന നഗരങ്ങൾ വെറും ചാരമായി മാറിക്കഴിഞ്ഞു. ഇതുകൂടാതെ കട്ടിയുള്ള പുക US മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. 1.5 ദശലക്ഷത്തിലധികം പേർ വൈദ്യുതിയില്ലാതെ ഇരുട്ടിലാണ്. നാസയുടെ റോബോട്ടിക് ദൗത്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും കാട്ടുതീ ഭീഷണി നേരിടുന്നുണ്ട്. കാലിഫോർണിയയിൽ 6 തീ പടർന്നു പിടിച്ചത്. സാന്റാ മോണിക്കയ്ക്കും മാലിബുവിനും ഇടയിലുള്ള നയന മനോഹരമായ പാലിസേഡ്സിലായിരുന്നു ആദ്യം. ഇവിടം ഹോളിവുഡ് ടെലിവിഷൻ താരങ്ങളുടെയും സംഗീതജ്ഞരുടെയും വ്യവസായികളുടെയും ആഡംബര ഭവനങ്ങൾക്കും പേരുകേട്ട പ്രദേശമാണ്. പസഫിക് പാലിസേഡിലും പരിസരത്തുമായി 20,000 ഏക്കറിലധികമാണ് കത്തി നശിച്ചത്. ഈ മേഖലയിൽ 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ചൊവ്വാഴ്ച മുതൽ ഇതുവരെ 5,300-ലധികം കെട്ടിടങ്ങൾ നശിച്ചതായി ലോസ് ഏഞ്ചൽസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ചീഫ് ക്രിസ്റ്റൽ കോളി പറഞ്ഞു. ഇതുവരെ 8% തീയാണ് ഇവിടെ നിയന്ത്രണ വിധേയമാക്കാനായത്. സാൻ ഗബ്രിയൽ മലനിരകൾക്ക് കീഴെ ഈറ്റൻ മേഖലയിലായിരുന്നു രണ്ടാമത്തെ തീപിടുത്തം. മേഖലയിൽ 16,000 ഏക്കറിലധികം തീ പടർന്നു. 5 പേർ കൊല്ലപ്പെട്ടത് ഈ പ്രദേശത്താണ്. 7,000-ലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ പൂർണ്ണമായി നശിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ 3% തീ മാത്രമാണ് നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. $50 ബില്യൺ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് അനുമാനം. കെന്നത്ത് മേഖലയിലേതാണ് മൂന്നാമത്തേത്. ഇവിടുത്തെ കലബസാസ്, ഹിഡൻ ഹിൽസ് മേഖലകളിൽ വ്യാഴാഴ്ച ഉച്ചയോടെയുണ്ടായ തീപിടുത്തം 1000-ലേറെ ഏക്കറിലേക്ക് പടർന്നു. ആക്ടൺ പ്രദേശത്തെ ലിഡിയ മേഖലയിലാണ് 4-മത്തേത്. ഇവിടെ ആന്റലോപ്പ് താഴ്വരയിലുണ്ടായ തീപിടുത്തത്തിന്റെ 75% അഗ്നിശമന സേനാംഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കി. 395 ഏക്കറാണ് കത്തി നശിച്ചത്. സാൻ ഫെർണാണ്ടോയുടെ വടക്ക് ഹർസ്റ്റ് മേഖലയിലാണ് 5-മത്തേത്. ഇവിടെ 771 ഏക്കറാണ് കത്തി നശിച്ചത്. ഹോളിവുഡ് ഹിൽസിലുണ്ടായ തീപിടുത്തമാണ് ഏറ്റവും ഒടുവിലെത്തിയത്. ഇവിടെയും വൻ തീപിടുത്തമാണ് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെ ഏറ്റവും വിലയേറിയ വീടുകളുള്ള പ്രദേശമാണ് ഹോളിവുഡ് ഹിൽസ്. പ്രമുഖ ഹോളിവുഡ് താരങ്ങളുടെ വീടുകളും അവധിക്കാല വസതികളും തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ട്. സ്റ്റീവൻ സ്പിൽബർഗ്, ബെൻ അഫ്ലെക്ക്, ടോം ഹാങ്ക്സ് എന്നീ താരങ്ങളടക്കം നിരവധി പേർ വീടുപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇതുകൂടാതെ ലോസ് ഏഞ്ചലസ് ഡൗൺ ടൗണിന്റെ വടക്കു പടിഞ്ഞാറുള്ള ഗ്രാനഡ ഹിൽസ് ഏരിയയിൽ വെള്ളിയാഴ്ച രാവിലെ ചെറിയ തോതിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിന്റെ അതിർത്തിയിൽ മറ്റൊരു കാട്ടുതീ കൂടി രൂപപ്പെടുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ അണയ്ക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതോടെ ലോസ് ഏഞ്ചൽസിലെ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായി.
നിലവിൽ വീടുകളുടെ തീ അണയ്ക്കുന്നതിലുപരി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ പടരുന്നത് തടയുന്ന തിരക്കിലാണ് അഗ്നിശമന സേന. ഒഴിപ്പിക്കലിന് ശേഷം തങ്ങളുടെ പഴയ സ്ഥലങ്ങളിലെത്തിയവർക്ക് സ്ഥലം ഏതെന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ്. തീപിടുത്തത്തിന് ശേഷം ചാരമായ സ്ഥലങ്ങളിൽ വൻതോതിൽ മോഷണം നടന്നതായും റിപ്പോർട്ടുണ്ട്. മാസങ്ങളായി മഴ ലഭിക്കാത്ത ഉണങ്ങിക്കിടക്കുന്ന പ്രദേശമായതിനാലും വരണ്ട കാറ്റുള്ളതിനാലും തീ കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുകയാണ്. തീ പൂർണ്ണമായും ശമിച്ച ശേഷം മാത്രമേ യഥാർത്ഥ മരണനിരക്ക് അറിയാൻ കഴിയൂ. അതേസമയം വിനാശകരമായ കാട്ടുതീ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതിൽ പ്രസിഡന്റ് ജോ ബൈഡനെയും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോമിനെയും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചു. കാട്ടുതീ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ട സജ്ജീകരണങ്ങൾ ബൈഡൻ ഭരണകൂടം ഒരുക്കിയില്ലെന്നാണ് ട്രംപിന്റെ വിമർശനം. ഇതിനിടെ ദുരന്ത മേഖലയെ സഹായിക്കാൻ അധിക ഫെഡറൽ ഫണ്ടുകളും വിഭവങ്ങളും ജോ ബൈഡൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.